السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ചെറിയ ഒരു ദുആയാണ്. ഈ ദുആ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുആ ഒരു 11 പ്രാവശ്യം നമ്മൾ ബഅദൽ മഗ്രിബിന് ശേഷം ഈ ദുആ ചെയ്താൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബിന് ശേഷം പതിവാക്കിയിരുന്ന ഒരു ദുആയാണ് ഈ ദുആ. ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഗുണമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, അതേപോലെ നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ അല്ലാഹു തആല വല്ലാത്ത കാവൽ നൽകും. അതേപോലെ നമുക്ക് ശൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ശത്രുക്കളുടെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്, ദിക്റുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ദുആ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഈ ദുആയും കൂടെ ചെയ്യുക. അതേപോലെ തന്നെ സുബഹിക്ക് ശേഷവും അതേപോലെ മഗ്രിബിന് ശേഷവും ഈ ദുആ ചെയ്യുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബിന് ശേഷം ഈ ദുആ ചെയ്യുമായിരുന്നു. ശത്രുക്കളുടേതായ ശത്രുതയിൽ നിന്ന് നമ്മളെ അള്ളാഹു ഹിഫ്ദ് ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കും, നമ്മളെ സലാമത്തിലാക്കും. നമുക്കറിയാം, ശത്രുക്കളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അതേപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കച്ചവടങ്ങളിലും കുടുംബങ്ങളിലുമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നിരവധി ആൾക്കാർക്ക് വളരെ ആശ്വാസമുള്ള ഒരു ദുആയാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ പറഞ്ഞ ദുആ മഗ്രിബിന് ശേഷം നിങ്ങൾ മുടങ്ങാനും പാടില്ല. 11 പ്രാവശ്യമാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഇത് എത്ര ദിവസത്തേക്ക് എന്ന് ചോദിക്കരുത്. കാരണം എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ നമ്മൾ ജീവിച്ച് മരിക്കുന്നത് വരെയും, നമ്മുടെ മരണം വരെയും നമ്മളിത് കൊണ്ട് നടക്കേണ്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം, നല്ല മനസ്സിന് നല്ല റാഹത്ത്, നല്ല സന്തോഷമുണ്ടാകും. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്ന ഒരു അത്ഭുതകരമായ ഒരു ദിക്റാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. ഈ ദുആയാണ്. ഈ ദുആ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലമുണ്ട്. നമ്മൾ ശത്രുക്കളൊക്കെ ഭയന്നോടും. ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് ഭയന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാതെ മാറി നിൽക്കും. കാരണം അല്ലാഹു അവരുടെ ഇടയിലേക്ക് മലക്കുകളെ അയക്കുകയും ആ മലക്കുകൾ കാരണമായിട്ട് ഇവർ ഭയക്കുകയും ചെയ്യും. അതേപോലെ ശൈത്വാനിയത്തിൻ്റെ ഉപദ്രവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ദുആ ചെയ്യുക. നമ്മുടെ മക്കളെയൊക്കെ ഇരുത്തിയിട്ട് ദുആ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ തലയിൽ മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമുണ്ടാകും. സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദത്തൈനി ഓതാൻ മറന്നു പോകരുത്. ആയത്തുൽ കുർസി ഓതാൻ മറന്നു പോകരുത്. നമ്മുടെ കുട്ടികളെ മന്ത്രിക്കുമ്പോൾ പ്രധാനമായിട്ടും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനിയും നമ്മൾ ഓതി മന്ത്രിക്കണം. സ്വലാത്തുകൾ ചൊല്ലണം. എന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകളും പേടികളും ഉള്ളിലുണ്ടാകുന്ന ഉൾഭയങ്ങളൊക്കെ മാറാൻ അത് വലിയ കാരണമാണ്. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ മറക്കരുത്. മഗ്രിബിന് ശേഷം ഈ ദുആ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് ഉള്ള അതിക്രമങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് ആരെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളെ അള്ളാഹു കാവൽ നൽകുകയും നിങ്ങളെ സലാമത്താക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ചൊല്ലുക. അതേപോലെ തന്നെ സ്വന്തം ശരീരത്തിനെ കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദുആ ചെയ്യാം. നമ്മുടെ കുടുംബത്തെ കാക്കാൻ വേണ്ടി ദുആ
ചെയ്യാം ഇൻഷാ അള്ളാഹ്. ഈ ദുആ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഇൻഷാ അള്ളാഹ്. ഈ ദുആ നിങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിലുള്ള ജീവിതത്തിലും ആഖിറത്തിലെ ജീവിതത്തിലും അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ചില ആൾക്കാർ പറയും ഇവിടെ ദുഃഖമാണെങ്കിലും കുഴപ്പമില്ല, ആഖിറത്തിൽ രക്ഷപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറയും. ആഖിറത്തിൽ രക്ഷപ്പെടുത്തണേ അള്ളാഹിൻ്റെ കാരുണ്യം വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നതിൻ്റെ പേരിൽ നമ്മൾ ദുനിയാവിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദുനിയാവിൽ അള്ളാഹു തആല തന്ന അനുഗ്രഹത്തിൽ സന്തോഷിച്ച് ജീവിക്കണം. ദുനിയാവിൽ അള്ളാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കണം. പക്ഷേ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. തെറ്റുകളിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. എന്നാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.